അപ്പോൾ ഇന്ന് നമുക്ക് ആലു പക്കോട ഒന്നുണ്ടാക്കിയാലോ. വളരെ സ്വാദിഷ്ടമായ ആലു പക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് ഉരുളക്കിഴങ്ങിൻ്റെ പക്കോട ഉണ്ടാക്കാൻ പോവുകയാണ്. ഉരുളക്കിഴങ്ങ് പക്കോട. അപ്പോൾ ഉരുളക്കിഴങ്ങ് ആദ്യം നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. അപ്പം നമ്മൾ 3 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയും അടുത്തത് നമ്മൾ കാണിക്കാം. നമ്മളിങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണിത്. ചിരണ്ടുക. ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, നൈസായിട്ട് കണ്ടോ, ഒരുപാട് നൈസായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നത്. അങ്ങനെ ഇതെല്ലാം അങ്ങനെ അരിയണം. ഇത്രയും സാധനമുണ്ട്. ഇത്രയുമാണ് നമ്മൾ ആലു പക്കോട അല്ലേ, ആലു പക്കോട ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കി സാധനങ്ങൾ നമ്മൾ എടുത്ത് വെക്കാം. അപ്പം നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് ബേസൻ ഇടുകയാണ്. കടലമാവ്, നമുക്ക് ആവശ്യമുള്ള കടലമാവ് ഇടണം. ഇട്ടിട്ടുണ്ട്. ഇനി ഈ കടലമാവിനകത്തോട്ട് ബാക്കി മസാല ഐറ്റംസൊക്കെ ഇടാനുണ്ട്. ഞാൻ നേരം വെച്ചേക്കാം. നമ്മളൊരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് ശേഷം ഒരൽപ്പം മുളക് പൊടിയും കൂടി ഇടുകയാണ്. മുളക് പൊടി ഒരൽപ്പം ഇട്ട് കളറിന് വേണ്ടിയിട്ട്. ഉപ്പിടത്തില്ല ഉപ്പ്. പിന്നെ ഇനി നമുക്ക് ഇവത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഇനി ഒരൽപ്പം ഗരം മസാല ഇടുകയാണ്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരൽപ്പം ഗരം മസാല ഇവത്തിലേക്ക് ആഡ് ചെയ്തു. അത് മല്ലിപ്പൊടി നമ്മൾ ഇടുകയാണ്. ശകലം മല്ലിപ്പൊടിയും കൂടി ഇട്ടു. അതിനുശേഷം ഒരു സ്പൂൺ എടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഈ നമ്മളിട്ട മസാലയും ഉപ്പും എല്ലാം അവത്തിലൊന്ന് പിടിക്കണം ആ ബേസിനകത്ത്. അപ്പോൾ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒന്ന് വെള്ളം എടുക്കുകയാണ് നമ്മൾ ആരോഗ്യെന്ന്. വിധത്തിൽ നമുക്കിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് വിത്തി മുക്കി ചെയ്യത്തക്ക വിധത്തിലൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് കുഴച്ചല്ലൊരു ലിക്വിഡ് പരുവത്തിൽ. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്യണം. അതിനകത്ത് കട്ടകളൊന്നും കാണാൻ പാടില്ല. നല്ലവണ്ണം നമ്മൾ പേസ്റ്റ് മാതിരിയാക്കി എടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അത് ഡിപ്പ് ചെയ്ത് നമ്മൾ ഇതിനകത്തിലേക്കിടും. എണ്ണ ചൂടായില്ല. അങ്ങനെ നമ്മൾ മൈദയല്ലല്ലോ, ബേസനകത്ത് മുക്കി ഇവത്തിലേക്ക് ഇടുകയാണ്. കണ്ടോ, കൈ പൊള്ളാതെ സൂക്ഷിക്കുക. ഇത് വളരെ നൈസാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരും. ഇപ്പോൾ അമ്മുക്കുട്ടൻ ഇത് കഴിക്കണമെന്നൊരു മോഹം. ഇന്നലെ രാത്രിയായപ്പം പിന്നെ മാഗി ഉണ്ടാക്കി നമ്മൾ. അപ്പം പിന്നെ ഇപ്പോൾ ഇതുണ്ടാക്കുന്നു. അപ്പോൾ ഇത് ഒരു വശം ഒന്ന് മൂത്തിട്ട് നമുക്ക് തിരിച്ചിടണം. കുറച്ചുകൂടി ഇടുവാണോ? മതിയല്ലോ.
അതുകൊണ്ട് ഈ സൈഡിലൊക്കെ ഈ സൈഡിലോട്ട് വിടാം. ആ സൈഡിൽ. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടണം. ഇപ്പോൾ ആയില്ല, ശരിക്ക് ആയോ? ഇല്ല. അപ്പോൾ ഒരു ഭാഗം മൂത്തു, നമ്മൾ ഒരു ഭാഗം അത് തിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ മൂത്തിത് നമ്മളിത് കോരുകയാണ്. കണ്ടോ? കിലി 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 കിലാന്ന് കേൾക്കുന്ന കണ്ടോ? ഉണ്ട്. ഇതായി, കുറച്ചായി. ഇനി കുറച്ചും കൂടെ ഉണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് ഇടുക. ഇത് പ്ലെയിനായിട്ടോ. ഓ, ഇതിനകത്ത് മസാല ഒന്നും വരട്ടുണ്ടായിരുന്നു, ഉപ്പോ ഒന്നും ഇതായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഡയറക്റ്റായിട്ട് ഉപ്പിട്ട് മതിയോ? അങ്ങനെ മതിയോ? അങ്ങനെയാണ്. അപ്പോൾ ഇത് പ്ലെയിൻ നമ്മൾ ഉണ്ടാക്കുകയാണ്, പൊട്ടാറ്റോ ചിപ്സ്. അപ്പോൾ ഇത് കണ്ടോ, കറുകറാന്നിരിക്കുന്നതാണ്. ആ ചൂടാണ്. കണ്ടോ ശബ്ദം കേട്ടോ? ഉണ്ടാക്കുകയും കഴിക്കുകയും കൂടാണ്. എൻ്റെ കയ്യിലും ഉണ്ട്. കണ്ടോ? ടേസ്റ്റി ഉണ്ടോ അമ്മു? അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മൂത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭാഗം കൂടെ തിരിച്ച് ഇടാറായോ? ആ ഹാ ഹാ. ഇത് മൂത്തോന്നറിയാം. കില കില കിലാന്ന് കേൾക്കും. അപ്പം നമുക്കറിയാം മുഴുവൻ എണ്ണയ്ക്കകത്ത് ഡിപ്പായിട്ടാണിത് ശരിയാകുന്നത്. അപ്പം നമ്മൾ ഇതും കോരി, ഇതും ആയല്ലോ ഇല്ലേ? കളറും കണ്ടോ? ഇതുമായി. നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് നമ്മൾ കഴിച്ച് തീർത്തു. അപ്പോൾ ഇതും റെഡിയായി. കണ്ടോ? ആ, ഇത് അസലി നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ്, ഉരുളക്കിഴങ്ങിൻ്റെ ചിപ്സ്. ഇനിയുണ്ട്. ഇത് നമ്മൾ ആ തവി ഇട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കിന് ഇത് നല്ലതായിട്ട് ആയിക്കോളും. ഇത് കണ്ടോ? ഇത് മാതിരി ഉപ്പിടണം അല്ലേ? ആ, കണ്ടോ? ഇത്രയും നമ്മൾ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കി കിലകിലാന്ന് കേൾക്കുന്നുണ്ട്. കണ്ടോ? ഇനി ഇതിൻ്റെ പുറത്ത് ചാട്ട് മസാല അല്പം ഉപ്പ് ഇടണം. ചാട്ട് മസാല ഞാൻ ഇതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് നമുക്ക് ഇവത്തിലോട്ടൊന്ന് ഇടാം. ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. ചാട്ട് മസാല ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരെണ്ണം എടുത്തൊന്ന് കഴിക്കട്ടെ. എമ്മി എമ്മി. മതിയോ ഇട്ടത്? ഇച്ചിരി പോരാ. ആയല്ലോ ഇത്. ആയി. ആ, അവത്തിലോട്ട് സൈഡിലോട്ട് ഇട്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട്. നമ്മൾ കുറേ ഏറെ ഉണ്ട്. ഞാൻ ആകെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്ത്. ഞാൻ ഓർത്തായിരുന്നു അപ്പോൾ എങ്ങനെ ഇത് എല്ലാവർക്കും തികയുമോ ഇല്ലയെന്നൊക്കെ ഞാൻ ഓർത്തായിരുന്നു. ഒത്തിരി ഉണ്ട്. ആ, पता नहीं, मेरे को समझ नहीं आया कृष्ण में ऐसा क्या हुआ करके. ऐसे क्या हो सकता है? अगर जैसे काम से रिलेटेड हो तो कृष्ण और मेरा म्यूचुअली आना चाहिए ना. बट इट वाज लाइक कि ये ने बोला कि उसने मेरे को फॉर्मल वार्निंग दी है करके. तो वार्निंग किस चीज़? ഈ ആലു പക്കോട ഇഷ്ടമായാൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.